ദേ കണ്ടില്ലേ, ഇതാണ് പണിതിട്ടും പണി തീരാത്ത ആറ്റിങ്ങലിലെ ടൗൺ ഹാൾ. 2017 5 കോടി രൂപ ബഡ്ജറ്റിലാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ വർഷം 7 പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും പണികൾ ഒന്നുമായിട്ടില്ല. നഗരസഭയുടെ ആദ്യ ചെയർമാനായ PM രാമൻ്റെ പ്രതിമയ്ക്കുമേൽ കാട്ടുവള്ളികൾ പടർന്നു കയറിയ നിലയിലാണ്. ആറ്റിങ്ങൽ നഗരത്തിൻ്റെ ഹൃദയമായിരുന്നു മുനിസിപ്പൽ ടൗൺ ഹാൾ. കലാ സാംസ്കാരിക പരിപാടികളുടെ വേദി, പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിൽ വിവാഹം നടത്താനുള്ള സൗകര്യം, നഗരസഭയ്ക്ക് പ്രതിവർഷം ലക്ഷങ്ങൾ വരുമാനം നൽകുന്ന സ്ഥലം, ഇതെല്ലാമായിരുന്നു മുനിസിപ്പൽ ടൗൺ ഹാൾ. ഇന്നിതൊരു പ്രേതാലയം പോലെ നഗരഹൃദയത്തിലുണ്ട്. മുറ്റമാകെ പുല്ലും പാഴ്വള്ളികളും വളർന്ന് കാട് പോലെ കിടക്കുന്നു. നവീകരണത്തിന് വേണ്ടി 7 വർഷം മുൻപ് അടച്ചിട്ടതാണിത്. നവീകരണം ഇനിയും എങ്ങും എത്തിയിട്ടില്ല. എത്ര നാൾ കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്ന് ആർക്കും നിശ്ചയവുമില്ല. ദേശീയ പാതയോരത്ത് കച്ചേരി ജംഗ്ഷനും CSC ജംഗ്ഷനും ഇടയ്ക്കാണ് മുനിസിപ്പൽ ടൗൺ ഹാൾ. നഗരഹൃദയത്തിൽ കുറഞ്ഞ വാടകയ്ക്ക് ലഭിച്ചിരുന്ന ഈ ഹാൾ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു. സ്വകാര്യ ഓഡിറ്റോറിയങ്ങൾ വൻ തുക വാടക വാങ്ങുമ്പോൾ 10,000-ൽ താഴെയായിരുന്നു ടൗൺ ഹാളിൻ്റെ വാടക. പാർക്കിംഗ് സൗകര്യക്കുറവായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇത് പരിഹരിക്കുന്നതിനും ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നതിനും 2017-ലാണ് കൗൺസിൽ തീരുമാനമെടുത്തത്. ഇതേ തുടർന്ന് ഹാൾ അടച്ചിട്ടു. ഇതൊരു വികസന ആഭാസം എന്നതിലുപരി ഇതൊരു തീവെട്ടി കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൈസ ഇവർ പലിശക്കെടുത്തിരിക്കുന്നത് ആറ്റിങ്ങൽ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ്. അത് CPMൻ്റെ ഒരു ബാങ്കാണ്. 9.7% പലിശയ്ക്കാണ് ഈ ഉപയോഗത്തിലുണ്ടായിരുന്ന ഈ വർക്ക്, ഈ ഒരു ടൗൺ ഹാൾ നിർത്തിവെച്ചുകൊണ്ട് ഈ വികസന ആഭാസം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നവീകരണത്തിന് 5 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയത്. പക്ഷേ പണികൾ പൂർത്തിയാക്കണമെങ്കിൽ ഇനിയും 4.5 കോടി കൂടി വേണം. ലിഫ്റ്റിനേക്കാൾ വലിയ തുകയ്ക്ക് ഒരു റാമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പോലും ജനങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പണിതിട്ടും പണി തീരാത്ത ഈ നിർമ്മാണം ഇനി എന്ന് തീരുമെന്ന് ആർക്കും അറിയില്ല. പ്രേം ശശിക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.